വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കലാപരിപാടികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന സിനിമാ താരമായ മാംസളകുമാരി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കലാപരിപാടികൾ ആരംഭിക്കും. അതിനു മുമ്പായി ഇവിടെ ഈ മേള ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന കവിയും വാഗ്മിയും തത്വചിന്തകവുമായ ശ്രീ കുമാരൻ മാസ്റ്ററെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കുമാരൻ മാസ്റ്ററെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാരൻ മാസ്റ്റർ കീ, കുമാരൻ മാസ്റ്റർ കീ, കുമാരൻ മാസ്റ്റർ കീ. നമസ്കാരം സാർ. ഉദ്ഘാടനം ചെയ്തോ? മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തോ? പ്രിയമുള്ളവരെ, എല്ലാവരും ഇവിടെ ഛർദിക്കണം. ഛർദിക്കണം എന്നല്ല, ശ്രദ്ധിക്കണം. അതെന്നെ പറഞ്ഞ ഛർദിക്കണം. ഞാനിവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, എന്തിനാ വന്ന? അയ്യോ, എന്റെ പൊന്നു മാഷ അറിയാൻ പാടില്ല, ഇത് ഉദ്ഘാടനം ചെയ്യാൻ. ആര്? മാഷ ഉദ്ഘാടനം ചെയ്യണം. ഞാനാ? എന്റെ പൊന്നു മാഷ ഇന്നലെ വന്നപ്പോ മാഷ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റതല്ലേ? അത് മാത്രല്ല, വെറുതെ ഉദ്ഘാടനം ചെയ്താൽ പോരാ, 3 മതസൗഹാർദ്ദ ഗാനം കൂടി ആലപിച്ച് വേണം ഇത് ഉദ്ഘാടനം ചെയ്യാൻ. 3 മതസൗഹാർദ്ദ ഗാനം ഞാൻ ആലപിക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. 3 ഇന്നലെ മാഷ വീട്ടിൽ വന്നപ്പോ മാഷ ഏറ്റതല്ലേ ഇത്? ഇത് ഏറ്റല്ലേ? അപ്പൊ ചിലപ്പോ ഞാൻ വെള്ളാവും. എന്റെ പൊന്നു മാഷ ആലപിക്കണം. ഈ 3 കൂടി എങ്ങനെ ആലപിക്കണം? 3 പാട്ട് എനിക്ക് അറിയില്ല. എന്റെ പൊന്നു മാഷ എങ്ങനെയെങ്കിലും ആലപിക്കുക ഏറ്റതല്ലേ ഇത്? എന്നൊരു പണി ചെയ്യാം, ഈ 3 കൂടി ഒറ്റ പാടാക്കി ഞാൻ പാടാം. അങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ലല്ല, ഇപ്പൊ ഇറക്കി. എന്നാ പാട്. ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി ലാ ഇലാഹ ഇല്ലല്ലാഹ് യേശുദേവ കാക്കണേ. ഒപ്പിച്ച്. അപ്പൊ മാഷെ, എത്രയും പെട്ടെന്ന് ഇവിടെ അടുത്ത പരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. ഇനി ഇവിടെ വരാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ചിഞ്ചുമോളുടെ പ്രാർത്ഥന ഗാനമാണ്. അതോടുകൂടി ഈ പരിപാടി ആരംഭിക്കാണ്. അപ്പൊ കാര്യം മാഷ് പോയിക്കോ. എന്താ ആരാത്? പ്രശ്നം ആരാത്? നിന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരരുതെന്ന്. അപ്പോ ഇവിടെ നിലമ്പുണ്ടാക്കരുത്. ഇപ്പോ എന്റെ പൊന്നേ, എന്റെ പൊന്നെ ക്ലീറ്റസ്, നീ എന്താണ് ഇങ്ങനെ നിലമ്പുണ്ടാക്കണത്? സ്റ്റേജിൽ കിടന്ന് ഹാൻസ് പാൻഡ്രാന്ന് വെക്കരുത്. പോ, സ്റ്റേജിൽ ഇറങ്ങിപ്പോ. ഇവിടെ ഒരുപാട് പരിപാടി നടക്കാനുള്ളതാണ്. എന്റെ പൊന്നെ, എന്ത് കാണിക്കണത്? എന്റെ പൊന്ന് ക്ലീറ്റസ്, നീ എന്താ അലമ്പക്കടയ്ക്ക് സ്റ്റേജിൽ കിടന്ന് കാണിക്കുന്നത്? നിന്നോട് കണ്ണു പിടിച്ച് വരാൻ ആരെ പറഞ്ഞതിനകത്ത്? എന്റെ ഷർട്ടൂരി എടുത്താരാ? ഷർട്ടൂരി നമ്മുടെ മാഷാണ്. ഇവിടെ എന്താ പരിപാടി? എന്താ ഇവിടെ കലാപരിപാടികൾ ആരംഭിക്കണം. ഇവിടെ ഒരു കലാപരിപാടി നടത്തിക്കല. എന്റെ സ്കൂട്ടർ ഞാൻ ഇവിടെ എവിടെയോ വെച്ച് മറന്നു പോയിട്ടുണ്ട്. അനൗൺസ്മെന്റ്. എന്റെ പൊന്ന് ക്ലീറ്റസ്, സ്കൂട്ടറിന്റെ കാര്യം ഇവിടെ പറയാൻ പറ്റില്ല. നീ എന്തിനാ അതൊക്കെ ഇവിടെ പറഞ്ഞു? മാഷ് വയ്ക്കോ, മാഷ് വയ്ക്കോ. എന്റെ സ്കൂട്ടർ ഞാൻ എവിടെയോ വെച്ച് മറന്നു പോയിട്ടുണ്ട്. സ്കൂട്ടറിന്റെ കാര്യത്തിനകത്ത് മിണ്ടല്ലേ? ഇവിടെ ഒരുപാട് പരിപാടികൾ ആരംഭിക്കാനാണ്. നീ എന്തിനാ ഇങ്ങനെ കുടിച്ച് സ്റ്റേജിലോട്ട് കയറി വന്നത്? എനിക്ക് സങ്കടമുണ്ട്. എന്ത് സങ്കടം? ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ എന്താ കാണുന്നതെന്ന് നിനക്കറിയാവാ? എന്ത് കാണുന്നത്? എന്റെ ഇളയ മകൻ 24 മണിക്കൂറും കുടിച്ചു തുണിയില്ലാതെ വീടിന്റെ വാതിക്കെ കിടന്ന് വിച്ചുമ്പയും പറച്ചിലറിയാവാ. അപ്പൊ നിനക്ക് അവനെ പിടിച്ചൊന്ന് ഉപദേശിക്കാൻ പാടില്ലായിരുന്ന? പിന്നെ 3 മാസം പ്രായമുള്ള കൊച്ചിനെ ഞാനെന്ത് ഉപദേശിക്കാം? അപ്പൊ നീ ഏത് നേരം കുടിയാണെന്ന് പറഞ്ഞതാ? എടാ, അത് ഈ കുടി. പിന്നെ മൂത്തവനുള്ളതുകൊണ്ടൊരു സമാധാനമുണ്ട്. എന്താണ്? അവൻ വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ അവൻ വണ്ടി ഓടിച്ചിട്ടുള്ള കാശ് കൊണ്ട് നിനക്കും കുടുംബത്തിനും അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കാല്ല. എങ്ങനെ? അവൻ വണ്ടി ഓടിച്ച് കിട്ടുന്ന കാശും കൊണ്ട് നിനക്കും കുടുംബത്തിനും ഭംഗിയായിട്ട് സുഖമായിട്ട് ജീവിക്കാല്ലാന്ന്. ഉജാലക്കുപ്പിക്ക് തൊള്ള തുരുട്ടിക്കൊണ്ടുവിടുന്ന ആരാടാ വരുമാനം തന്നെ? എന്റെ പൊന്നെ, എടാ എന്തൊക്കെ ഒരു കാര്യം പറയാം. സ്കൂട്ടർ ഞാൻ എവിടെ വെച്ച് മറന്നു. എന്റെ പൊന്നെ ക്ലീറ്റസ്, സ്കൂട്ടറിന്റെ കാര്യം ഇവിടെ മിണ്ടരുത്. അതൊക്കെ പോട്ടെ. നിന്റെ കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഉപേക്ഷിക്കാൻ പോകണം. ആരെ ഉപേക്ഷിക്കാൻ പോണം? എന്റെ ഭാര്യനെ ഞാൻ ഉപേക്ഷിക്കാം. അയ്യോ, എന്തിനാടാ? നീ പ്രേമിച്ച് ഭയങ്കര വിപ്ലവമൊക്കെ ഉണ്ടാക്കി കല്യാണം കഴിച്ചല്ലേ, പിന്നെ എന്തിനാ ഉപേക്ഷിക്കണത്? അങ്ങനെ സംസാരിക്കും. എന്താണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നീ ഒരു പശുവിനെ വാങ്ങി, അതിന് കാടിവെള്ളം കൊടുത്തു, വൈക്കോല് കൊടുത്തു, പിണ്ണാക്ക് കൊടുത്തു, വളർത്തി വലുതാക്കി. അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പനാണ് ഒന്ന് കറക്കണമെങ്കിൽ നിനക്ക് സഹിക്കുമോ? ഇല്ല. എന്തൊക്കെയാണ് സംസാരിക്കണത്? ഇവിടുന്ന് സംസാരിച്ച് ശരിയാവുന്നത് പോയ. എന്നിരുന്നാലും ഞാൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എങ്ങനെ? ഞാൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എന്തിനാടാ പുതിയ പുസ്തകം മേടിച്ച് നാട്ടുകാർക്ക് വായിക്കാൻ കൊടുക്കണത്? എങ്ങനെയാ പുതിയ പുസ്തകം മേടിച്ച് എന്തിനാ നീ നാട്ടുകാർക്ക് വായിക്കാൻ കൊടുക്കണേന്ന്? ഇത് കേട്ടാത്തൊന്നും ഇങ്ങനെ ഇരിക്കണ പഴയ പുസ്തകം ആരും വായിക്കാത്തതാണ്. എന്റെ പൊന്നു ക്ലീറ്റസ്, നീ അലമ്പുണ്ടാക്കരുതാ.
ഇനി ഇവിടെ വരാൻ പോണ എന്താ സംഭവം നിനക്കറിയാമോ? എന്താ സംഭവം? നമ്മുടെ ചിഞ്ചുമോളുടെ പ്രാർത്ഥന ഗാനമാണ്. ഇവിടെ കയറി നീ പ്രശ്നം ഉണ്ടാക്കരുത്, പോയെ. ഈ പ്രാർത്ഥനാ ഗാനം ചിഞ്ചുമോള് വരാതെ ഞാൻ ആലപിച്ച കുഴപ്പമില്ലല്ലോ. ചിഞ്ചുമോള് തന്നെ ആലോചിക്കും. നീ കള്ളും കുടിച്ച് പ്രാർത്ഥന ഗാനം ഒന്ന് ആലപിച്ച് ശരിയാവും എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥനാ ഗാനം ഞാൻ ആലപിക്കാൻ ഞാൻ തന്നെ എഴുതി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു പാട്ടുണ്ട്. അങ്ങനത്തെ പാട്ടൊന്നും പ്രാർത്ഥന ഗാനത്തിന് പറ്റിയൊന്നുമില്ല. എടാ, രാഷ്ട്രപിതാവിനെ കുറിച്ച് ഞാൻ എഴുതിയ പാട്ടാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിനെ കുറിച്ചാ ഞാൻ എഴുതിയ പാട്ട്, ഞാൻ സംഗീത സംവിധാനം നിർവഹിച്ച പാട്ട്. അത് ഞാൻ പാടിയിട്ട് ഞാൻ പോകോളാം. അങ്ങനത്തെ പാട്ടൊക്കെ എനിക്ക് പിന്നെ പ്രാർത്ഥന ഗാനത്തിന് കുഴപ്പമില്ല, നീ പാടിക്കോ. വേണമെങ്കിൽ അതിന് മുമ്പ് എന്റെ സ്കൂട്ടറിന്റെ കേസ് എന്ന് പറഞ്ഞു. എന്റെ സ്കൂട്ടറിന്റെ കേസോളം മിണ്ടരുത് ഞാൻ പറഞ്ഞു. നീ പാറെങ്കിൽ പാടി. പ്രിയമുള്ളവരെ, ഞാൻ എഴുതിയ ഒരു പാട്ട്. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. എന്താണ്? കരോട്ടയുടെ CD എടുത്തില്ല. കരോട്ടയുടെ സ്ക്രീഡിയാ? എടാ, കരോട്ട അല്ല, കരോക്കെ. മനസ്സിലായ? അതങ്ങനെയാക്കിയത്. അങ്ങനെയാണത്, അങ്ങനെ ആക്കണ്ട. പാടിക്കോ. പാടിക്കോ. സൂര്യഗാന്ധി സൂര്യഗാന്ധി സ്വപ്നം കാണുവതാരേ. നിന്റെ അച്ഛനെ അച്ഛനെ പറയൂ. പിന്നെ സേവിക്കരുത് തോന്നിയ ദിവസം പറഞ്ഞാൽ. എടാ, ഗാന്ധിയെ കുറിച്ചിട്ട് പാട്ട് പാടാൻ ഗാന്ധിയെ കുറിച്ച് പാട്ട് പാടി. എന്റെ പാട്ടിന് ഇതാണ് പാട്ട്. എന്റെ പാട്ടിന് ഇങ്ങനെയാണ് പാട്ട്. എടാ, ഈ പാട്ടിന് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് നിനക്കറിയാം? എന്ത് കുഴപ്പം എന്റെ പാട്ടിന്? എടാ, കുഴപ്പമെന്നാ. എടാ, ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നീ ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നീ ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഷഡ്ജ് ഇട്ടിട്ടുണ്ട്. എടാ, നീ ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലെന്ന്. എന്റെ അമ്മയുടെ മക്കളാണ് ദൈവത്തിനായിട്ടിട്ട്. നീ ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലടാ. എന്നെക്കാ നിശ്ചയാണ്. നീ ആലോചിച്ച് നോക്കി, ശരിക്കും ആലോചിച്ച് നോക്കി ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നെന്ന്. രാവിലെ പല്ല് വെച്ച് കുളിച്ച് ബനിയനിട്ട് ഷഡ്ജ് ഇട്ട്. എന്റെ പൊന്നെ, നീ ഏത് ഷഡ്ജത്തിന്റെ കാര്യമാണ് പറയണത്? സാറേ, ഇത് ഷഡ്ജത്തിന്റെ കാര്യമാണ്. എടാ, ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ശ്രുതി പോയില്ലേ? അവൾ എന്റെ മോളാണ്. എപ്പോ പോയാലും രാവിലെ തിരിച്ചെത്തും. എന്റെ പൊന്ന്, നീ എന്തൊക്കെയാ പറയാ? ഞാൻ പറഞ്ഞത് ടെമ്പോ പോയെന്ന്. ടെമ്പോ പോണെ പോട്ടെ, ഞാൻ പെറ്റി വണ്ടിക്ക് പോക്കോളാം. ഇനിയിപ്പോ ആ പരിപാടി ഇവിടെ നിർത്തിക്കോ. ഇനി വരാൻ പോണതാരാന്ന് ആരാ? അറിയാമോ? നമ്മുടെ സിനിമാ നടി മാംസളകുമാരി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. ഏത് മാംസളകുമാരി വന്നാലും ശരി, ഞാൻ പരിപാടി അലങ്കോലപ്പെടുത്തും. അതിന് മുമ്പ് എന്റെ സ്കൂട്ടർ കളഞ്ഞു മിണ്ടരുത്. നമ്മുടെ മാംസളകുമാരി വന്നു കഴിഞ്ഞില്ല. നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ മാംസളകുമാരി വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ മാംസളകുമാരിക്ക് വേദിയിലേക്ക് ഞാൻ ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. നന്നായി വരും. കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ചെറുതായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടെന്നുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടേക്ക്. ഒരു മിനിറ്റ്. എടാ ക്ലീറ്റസ്, എന്താ നീ കാണിക്കണം? നല്ല ബാക്കിലാണ് കാണാൻ പാടില്ല. അയ്യോ, സോറി, കണ്ടില്ല. ക്ഷമിക്കേ. എന്നാ പിടിച്ചോ. ഇനി ചത്താലും കുഴപ്പമില്ല. ഏതാണ് ഇയാള്? കുഴപ്പമില്ല, പേടിക്കണ്ട. ചെറിയ എന്താ പേര് പറഞ്ഞത്? മാംസളകുമാരി. എങ്ങനെ? മാംസളകുമാരി. ഇതിലെവിടെയാടി മാംസം? ക്ലീറ്റസ്, നീ പോ. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോൻ. അതെ, ഞാൻ വരുന്നത് പ്രമാണിച്ച് ഇവിടെ വെടിക്കെട്ടൊന്നുമില്ലേ? നീ വന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ അതും കൂടെ ഏർപ്പാടേണ്ട കേസ്. അയ്യോ, ഇയാൾ എന്തീ കാണിക്കുന്നത്? എടോ, ശംഭു ഹാൻസ് ഈ വക സാധനങ്ങൾ കുത്തിത്തിരികി ചുണ്ടിനിടയിൽ വെക്കാൻ പാടില്ല. തൊള വരും, തൊള. ഇത് കണ്ടോ? ഇതെന്താടി പഞ്ചായത്ത് കാണുക? അപ്പൊ ഞാൻ ഇത്തിരി കാണിച്ചു വെച്ചപ്പോ ഭയങ്കര പരാതിയാ. അന്യ സിനിമയിൽ വിക്രം കാണിക്കണുണ്ടല്ലോ. വിക്രം എന്ത് കാണിച്ചെന്ന്? വിക്രം എങ്ങനെ? എടോ, അതൊരു സ്റ്റൈലല്ലേടോ? അത് സ്റ്റൈലല്ല, പിന്നെ ഹാൻസ് വെച്ചിട്ട് തോണ്ടിക്കളാണ് ഇങ്ങനെ. ഈശ്വര, അങ്ങനെയായിരുന്നു. ഞാനിത് ഇപ്പോഴാണ് അറിഞ്ഞത്. ശരി, എന്നാ പ്രസംഗം ആരംഭിക്കാം. പ്രിയമുള്ളവരെ, ഈ പൊറോട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പൊറോട്ടയിലടി ബീഫ്. ബീഫായിരുന്നു, സോറി. ബീഫ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പൊന്നെ മാഡം, പൊറോട്ടയും ബീഫൊന്നും അല്ല, വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. വെറൈറ്റി ആയിരുന്നു. വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ പരിപാടിയിൽ കഴിഞ്ഞ വർഷവും ഞാൻ ഈ വേദിയിൽ വന്നിരുന്നു. അത് വൺ മിസ്റ്റർ കഞ്ഞിക്കുഴിയിൽ കുഞ്ഞികൃഷ്ണന്. കഞ്ഞികൃഷ്ണൻ കപ്പകഴി കുഞ്ഞി കപ്പ കരിമീൻ മീൻ പൊള്ളിച്ചത്. എടി, നിന്റെ സംസാരം കേൾക്കുമ്പോ ഞാൻ പണ്ട് ഷാപ്പിലെ കറിക്കച്ചവടക്കാരത്തിയായിരുന്നു. സംസാരിക്കുമ്പോ മര്യാദ. എന്താണോ അയാളുടെ പേര്? കഞ്ഞിക്കുഴി കുഞ്ഞികൃഷ്ണൻ. എന്തെങ്കിലും ആവട്ടെ, ആ കൃഷ്ണന്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനായിരുന്നു ഞാൻ ഈ വേദിയിൽ എത്തിയിരുന്നത്. ആ പുസ്തകങ്ങളുടെ പേര്, അയ്യോ, ഒന്ന് ക്രൈം, മറ്റേത് ഫയർ. ഇയാള് ശരിയാവില്ല. ഇയാള് എന്റെ ക്ലീറ്റസ് ഒന്ന് പോയാ. പ്രിയമുള്ളവർ, എനിക്ക് സംസാരിക്കാനുള്ളത് സ്ത്രീകളോടാണ്. സ്ത്രീകളെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പുരുഷവർഗത്തിന്റെ അടിമകളായി ഇങ്ങനെ ജീവിക്കുന്നത്? പുരുഷന്മാർ ചെയ്യുന്ന എന്ത് പ്രവൃത്തികളും നമ്മൾ ചെയ്യണം.
പുരുഷന്മാർ ചെയ്യുന്നത് പോലെ നമ്മൾ ബൈക്ക് ഓടിക്കണം, കാർ ഓടിക്കണം, ലോറി ഓടിക്കണം, ട്രെയിൻ ഓടിക്കണം, എന്തിന് വിമാനം വരെ നമ്മൾ പറത്തണം എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ സ്ത്രീകളെല്ലാം കൂടി തെങ്ങ കയറി തേങ്ങ ഇടും. എന്താണോ സ്ത്രീകൾ തെങ്ങി കയറി തേങ്ങിയിട്ടാൽ എന്താ കുഴപ്പം? താഴെ തേങ്ങ പറക്കാൻ ആണുങ്ങളുടെ ബഹളമായിരിക്കും. അപ്പൊ സ്ത്രീകളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, സ്ത്രീകളെ നിങ്ങൾ പുരുഷന്മാരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാനേ പാടില്ല. കാരണം സ്ത്രീകളായ നമ്മളേക്കാൾ രണ്ട് കാര്യങ്ങളിലെ പുരുഷന്മാർക്ക് കൂടുതലുള്ളൂ. അല്ല ഒന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് താടി മറ്റൊന്ന് മീശ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പേടിച്ചു പോയി. നീ വെറുതെ കൊതിപ്പിക്കല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാഡത്തിന്റെ വലിയൊരു ആരാധകനാ. ആണോ? താങ്ക് യു. മാഡത്തിന്റെ ആ പുകഞ്ഞ ഉള്ളി പുറത്തുനിന്നുള്ള സിനിമയില്ലേ 20 പ്രാവശ്യം കണ്ടു. ആണോ? അതില്ലേ മാഡം അമ്പലക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയിട്ട് ആ ബ്ലൗസിന്റെ 1ാമത്തെ ഹുക്ക് കഴിച്ച് 2ാമത്തെ ഹുക്ക് കഴിച്ച് 3ാമത്തെ ഹുക്ക് കഴിക്കാൻ പോയപ്പോ അത് മറച്ചുകൊണ്ടൊരു ട്രെയിൻ അതിലെ പാസ് ചെയ്ത് പോയി. ആ സിനിമയിൽ അങ്ങനെയാ. പക്ഷെ എന്നിരുന്നാലും ഞാൻ 20 പ്രാവശ്യം സിനിമ കണ്ടു. അത്രയ്ക്ക് ഇഷ്ടമായോ? അതുകൊണ്ടല്ല, ആ ട്രെയിൻ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് വന്നാലോ. അതൊക്കെ പോട്ടെ, സിനിമാ നടി പാട്ട് പാടണം. ഇതാ കുഴപ്പം, ഞാൻ എവിടെ ചെന്നാലും എന്റെ ആരാധകർ എന്നെ പാടിക്കാതെ വിടില്ല. നിന്നെ ഞാൻ ഇവിടുന്ന് പാടിക്കാതെ വിടില്ല. ശരി, ഞാൻ പാടിയേക്കാം. ഞാൻ എന്റെ ശ്രുതി ഒന്ന് പിടിച്ചോട്ടെ. പിടിച്ചോ. ഓക്കെ. പാപ്പാനി പനി പാപ്പാനി പനി പാപ്പാനി പനി. പാപ്പന് പനിയാ? പാപ്പന് പനിയല്ലേ ചോറി, ഇയാളിരിക്കോ. പ്രിയമുള്ളവരെ, പ്രശസ്ത ഇംഗ്ലീഷ് കവയത്രിയായ ബിന്ദു വരാപ്പുഴയുടെ അമ്മേ കണ്ണി തുറക്കൂ ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും എന്ന കവിതാ ശകലത്തിൽ നിന്നും പിക്കാസം കമ്പിപ്പാരയും വെച്ച് അടർത്തിയെടുത്ത ഏതാനും ശകലങ്ങളാണ് ഞാൻ ഇവിടെ കീച്ചാൻ പോകുന്നത്. ഷടേന്ന് കീച്ചാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. പുലിരിക്കിണ്ണം പൊന്നിൽ മുക്കിയത് ആരാണ്? നിന്റെ അച്ഛൻ. പുല്ലാങ്കുഴിയിൽ ഒരു പാൽക്കടലാക്കിയത് ആരാണ്? നിന്റെ തള്ള. തള്ളക്ക് വിളിക്കുന്നോട് നീ സ്ത്രീയെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? സ്ത്രീയെ കുറിച്ച് എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? അമ്മയാണ്, ദൈവമാണ്, പെങ്ങളാണ്, അപ്സരസാണ്. എങ്കിൽ സ്ത്രീ ജന്മം, പുണ്യജന്മം. സ്ത്രീ ഒരു സാധനം. സാന്ത്വനം. എന്തിനാണ് എന്റെ ഈ പരിപാടി? മാഡം പോയിക്കോ. എന്റെ പൊന്ന് ക്ലീറ്റസ്, നീ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് ശരി, ഞാൻ എന്റെ സ്കൂട്ടർ പോലെ എവിടെയോ വെച്ച് മറന്നു പോയിട്ട് ഒരു പരിപാടിക്ക് പോയിട്ട് എന്നെ ആക്ഷേപിച്ചില്ലേ? നിന്റെ സ്കൂട്ടർ പോകും. നിനക്ക് അത്ര വൃത്തിയായിട്ടവരാണ് നീ. എടാ, നിന്നെ രണ്ട് കാര്യങ്ങളാണ് നിന്നെ ചീത്തേക്കണം, അറിയാമോ? ഒന്ന് മദ്യം, ഒന്ന് മദിരാശി. മദ്യത്തിന്റെ കേസ് പറയല്ലേ, മദ്യം 24 മണിക്കൂറും കഴിക്കുന്ന ഒരാളാണ്. നീ മദിരാശി മദ്രാസിനെ പേടിപ്പിക്കില്ല. എടാ, മദിരാശിയും മദ്രാസൊന്നും അല്ല. മദ്യം മദിരാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ പെണ്ണ്. പെണ്ണെന്ന്. നീ എന്തിനാണ് എന്നെ പിടിച്ച് നോക്കണത്? നീ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. എന്ത്? എന്റെ സ്കൂട്ടർ കുണ്ടറ ഓമനയുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. എടി ഓമനെ!